ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപ ഫ്രാൻസിസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 5 മുട്ട, 1/2 കിലോ മൈദ, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് പഞ്ചസാര. കുറഞ്ഞത് ഒരു 2 കപ്പ് പഞ്ചസാരയെങ്കിലും ചേർക്കണം കേട്ടോ, 1/2 കിലോ മൈദയ്ക്ക്. അന്നേരം നമുക്കൊരു ചെറിയ മധുരം. ഇനി അതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം കേട്ടോ. പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ഒരു ടീസ്പൂണ്, കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ആ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമ്മൾ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പും നമ്മുടെ സോഡാപ്പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് സമയമെടുത്ത് നമ്മൾ അത് നല്ലോണം സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കണേ. അതിന് ശേഷം നമ്മൾ ഈ ഏലക്കാപ്പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു 4 മണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊരു കട്ടി പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ടൈം ഇത് ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഉരുട്ടി നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ ഉരുട്ടുന്നത് പോലെ ഒട്ടും വെള്ളമാകാതെ കേട്ടോ, ആ ഒരു കണക്കിന് നമ്മളിതിനെ ഒന്ന് ഉരുട്ടി എടുക്കണം. നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇത് നല്ല സൂപ്പറായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ആ ടൈമിലാണ് നമ്മളിതെടുത്ത് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് ശേഷം കേട്ടോ, ഈ റെസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ടേബിൾ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ടാണ് ലാസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിതൊരു 3 ഭാഗമായിട്ടൊന്ന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഓരോരോ ഭാഗം എടുത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇങ്ങനെ നീട്ടി പരത്തിയെടുക്കുന്നുണ്ട്, ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. കുറച്ച് വലുതായിട്ട് വേണ്ടവർക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാം, ചെറുതായിട്ട് വേണ്ടവർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുക്ക് ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കട്ട് കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ വെട്ട് കേക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാനിലേക്ക് 1 ലിറ്ററോളം വെളിച്ചെണ്ണയുണ്ട് കേട്ടോ. ഇത് നമ്മളൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ കേക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിടുക. അതിനുശേഷം നമ്മളിതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കണേ. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു കളറാകുന്നോടം വരെ നമ്മളിതൊന്ന് മൂപ്പിക്കുന്നുണ്ട്. എന്നാൽ അന്നേരത്തേക്ക് നമ്മുടെ ഈ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചിങ്ങനെ വിടർന്നിങ്ങനെ വരും. അതുവരെ നമ്മളിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ അകം വേകണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് മൂത്ത് കഴിയുമ്പോൾ കോരി മാറ്റി വെക്കുക. അങ്ങനെ നമുക്കിത് മുഴുവനും അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതൊരു 10-20 ദിവസം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ. കാരണം നമ്മളത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിലങ്ങനെ ഒത്തിരി വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ 20 ദിവസം 25 ദിവസമൊക്കെ ഇരിക്കുന്നതാണ്. അതിൽ പ്രിസർവേറ്റീവൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാകും. നമ്മളിതിലേക്ക് അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.